പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ പാഠഭാഗങ്ങൾ അവസാനിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് മാത്രം തീരുന്നതല്ല. അപ്പോൾ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ പാർട്ടായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പാർട്ട്നർ സാലറി ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. പാർട്ട്നർ സാലറി ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിനെയാണ്? എൻട്രി വരുന്നത് എന്താണ്? പാർട്ട്നർ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഏതാ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരിക. ആൻസർ ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരിക. എൻട്രി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ ചെയ്യണത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ സാലറിനെ അവരെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യാണ്. പാർട്ട്നർ സാലറിയിൽ ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. In the absence of any agreement, partners will share profit and losses in the dash ratio. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള എഗ്രിമെന്റിന്റെ അഭാവത്തില് പ്രോഫിറ്റോ ലോസോ വന്നു കഴിഞ്ഞാൽ ഫേമിൽ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്നുള്ളത് എങ്ങനെയാണ്? ഗെയിനിങ് ആണോ, ഈക്വൽ ആണോ, സാക്രിഫൈസിങ് ആണോ, ക്യാപിറ്റൽ ആണോ? എന്താ വരുന്നത്? ഈക്വൽ റേഷ്യോയിലാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുല്യമായിട്ടാണ് പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്ത് നമ്മൾ അവിടെ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഭാവത്തില് അങ്ങനെയുള്ള അഗ്രിമെന്റിന്റെ ഭാവത്തിൽ നമ്മൾ അവിടെ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. തേർഡ് വൺ, which of the following account is credited to the interest on capital under fixed capital method? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? അതിൽ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാഷ് അല്ലെ, ഒരു ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്ന ക്യാഷ് ആയാലും അതുപോലെ തന്നെ പെർമനന്റ് വിഡ്രോവൽസ് ആയാലും മാത്രമാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതുന്നത്. എന്നാൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിൽ ബാക്കി വരുന്ന സാലറി ആയാലും കമ്മീഷൻ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എഴുതുന്നത് ഏതിലാണ്? പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ഏതാ വരിക? കറന്റ് അക്കൗണ്ട് ആണ്. കാരണം എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. ഒറ്റയാനെ കണ്ടെത്തിയതിന്റെ കാരണം വ്യക്തമാക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, സാലറി ടു പാർട്ട്നേഴ്സ്, ബോണസ് ടു പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. സാലറി ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, അതും എന്താണ്? പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ്. ബോണസ് ടു പാർട്ട്നേഴ്സ്, അതും പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതെന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ചില സമയങ്ങളിൽ പാർട്ട്നേഴ്സ് ഫേമിന് ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുമ്പോൾ പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതായത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ളത് എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. എന്താ പറയാ? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഓർത്ത് വെക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ളത് എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. What is the journal entry to be passed for transferring partner's salary to partner's capital account? അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സ് സാലറി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള എൻട്രി എന്താണ് വരിക? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ജേണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓർത്ത് വയ്ക്കുക, അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞ വേറൊരു മെത്തേഡിൽ പറഞ്ഞതാണ്, വേറൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്.
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത് അവിടെ എവിടെയാണ്? ഏത് അക്കൗണ്ടിലാണ്? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഏതാണോ വരിക? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. Partners' capital account and current account are not maintained separately under dash method of maintaining capital account. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്? നമുക്കറിയാം രണ്ട് ടൈപ്പുള്ള മെത്തേഡാണ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ആകെ ഒരു അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻ സെപ്പറേറ്റ്ലി. അതായത് സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്? അപ്പൊ അതേതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. കാരണം എന്താ? അതില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വേറൊരു കറണ്ട് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാ വരിക? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. 8th one, if partners are entitled to interest on capital as per agreement, such interest is payable. പാർട്ട്നേഴ്സിന് അവകാശമുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനായിട്ട്. ആസ് പെർ അഗ്രിമെന്റ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്നേഴ്സിനുണ്ട്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സച്ച് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഔട്ട് ഓഫ് ബാങ്ക് ബാലൻസ്, ഓൺലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഓൺലി ഔട്ട് ഓഫ് സെയിൽസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പാർട്ട്നേഴ്സിന് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള അവകാശം ഉള്ളത്. Profit and loss appropriation is an extension of capital account, current account, trading account, profit and loss account. ഒരു സോൾ പ്രൊപ്രൈറ്ററി ഫേം ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ആ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പാർട്ട്ണർഷിപ്പിലെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഏതിന്റെ എക്സ്റ്റൻഷൻ ആണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 6% per annum as പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, റെമ്യൂണറേഷൻ. ഒരു പാർട്ട്ണർക്ക് അവകാശമുണ്ട് 6% ഇൻട്രസ്റ്റിന്. നമുക്കറിയാം പാർട്ട്നേഴ്സ് ചില സമയങ്ങളിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില അഡ്വാൻസുകൾ കൊണ്ടുവരാറുണ്ട് ഫേമിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുന്ന അഡ്വാൻസ് അല്ലെങ്കിൽ ലോണിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിന് എന്ത് കിട്ടാനുള്ള അവകാശമുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. അത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ അത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് പെർസെൻറ്റേജ് ആണ്? 6%ലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 6% per annum as എന്താണ് അതിനുള്ള റൈറ്റ് ഉള്ളത്? പ്രോഫിറ്റിനാണോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനാണോ, ഇൻട്രസ്റ്റ് ഓൺ ലോണിനാണോ, റെമ്യൂണറേഷനാണോ? അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസിലാണ് ഈ 6% എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എത്ര കൊടുത്തിരിക്കണം? 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ 2 മാർക്ക് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Anu, Minu and Sinu are in partnership with a profit sharing ratio of 2:1:1, but Sinu is given a guarantee to get a minimum profit of rupees 20,000. During the year, the firm get a net profit of rupees 1 lakh. Then what will be the share of due to the Sinu?
നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ, ഗ്യാരണ്ടി പ്രോഫിറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത്. ഇതിലിവിടെ 3 പാർട്ട്നേഴ്സ് പറയുന്നുണ്ട്. 3 പാർട്ട്നേഴ്സ് അനു, മിനു ആൻഡ് സിനു. അല്ല, സിനുവിന് ഗ്യാരണ്ടി നൽകുന്നുണ്ട് മറ്റു പാർട്ട്നേഴ്സ് എത്രയാണ്? 20,000 റുപ്പീസ് മിനിമം പ്രോഫിറ്റ് എങ്കിലും കൊടുക്കാമെന്ന്. ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1 lakh ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. A:M:S. A എന്ന് പറയുന്നത് അനു, then M മിനു ആൻഡ് സിനു. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 2:1:1. ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാ? 20,000. നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നുണ്ട് 1 lakh. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കറിയാം അല്ലെ? ഇനി നമുക്ക് സിനുവിന്റെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിനുവിന്റെ ഷെയർ കാണാനായിട്ട് എന്താ ചെയ്യുക? ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് 1 lakh ആണ് ഇൻറ്റു സിനുവിന്റെ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതായത് ടോട്ടല് 2 + 1 + 1 എത്രയാ? 4. പോർഷനിലെ 1 പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ആർക്കുള്ളത്? സിനുവിനുള്ളത്. അപ്പൊ 1/4 ഇടുക. 1/4 ഇടുമ്പോൾ സിനുവിന്റെ പാർട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സിനുവിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. എത്രയാണ്? 25,000 ആണ് സിനുവിന് ആക്ച്വലി കിട്ടേണ്ട പ്രോഫിറ്റ്. സിനു ഷുഡ് ഗെറ്റ് ഹെർ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ₹25,000 since the actual share of profit is more than the guaranteed amount ₹20,000. ഇവിടെ എന്താണ്? ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത് 25,000 ഓൾറെഡി സിനുവിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനുവിന് ഗ്യാരണ്ടി ചെയ്യുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ അതിലും ഗ്യാരണ്ടീഡ് എമൗണ്ടിനെക്കാട്ടും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏത് തന്നെയാണ് സിനുവിന് കിട്ടേണ്ടത്? 25,000 തന്നെയാണ്. ഇവിടെ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഏത് പോർഷൻ, ഏതാണ് ഷെയർ എന്നുള്ളതാണ്. അപ്പൊ സിനുവിന് കിട്ടേണ്ടത് എത്രയാണ്? Since her actual share of profit is more than guaranteed amount ₹20,000. അപ്പൊ സിനുവിന്റെ ആക്ച്വൽ ഷെയർ എന്നുള്ളത് എത്രയാണ്? 25,000 ആണ് സിനുവിന് കിട്ടേണ്ടത്. ഒരിക്കലും 20,000 എന്ന് എഴുതരുത്. കാരണം ഏതാണോ കൂടുതലുള്ളത് ഇവിടെ 25,000 ആണ്. ആ 25,000 ആണ് ആർക്ക് കിട്ടുക? സിനുവിന് കിട്ടുക. ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആക്ച്വൽ പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനെക്കാട്ടും കുറവാണെങ്കിലാണ് നമ്മൾ അവിടെ ഗ്യാരണ്ടി പ്രോഫിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെക്കുക. Second question, partner of a firm withdraw ₹6,000 during the year. ഒരു പാർട്ട്ണർ 6,000 rupees വിഡ്രോ ചെയ്തു. The accountant charged ₹300 as interest on the same at a 10% rate of interest. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തത് 300 ആണ്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. If it correct, show the calculation. ഇത് കറക്റ്റ് ആണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിന് തെറ്റുപറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഒരു പാർട്ട്ണറെ വിഡ്രോ ചെയ്തത് 6,000 ആണ് ആ വർഷം. അക്കൗണ്ടന്റ് 300 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് 10% റേറ്റിൽ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കണ്ടെത്തുന്നത് പല മെത്തേഡിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 6/100. ഇവിടെ അസംഷൻ എന്താണ്? ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് ഈസ് നോട്ട് ഗിവൻ. ഇവിടെ ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ പഠിച്ചിട്ടുണ്ട്. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻ സച്ച് എ കേസ് ദ ഇൻട്രസ്റ്റ് ഷുഡ് ബി 6 months ഓൺ ദ ഹോൾ എമൗണ്ട്. മൊത്തം എമൗണ്ടിന്റെ 6 months ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് എന്നത്രയാണ്? 6,000 ആണ്. ഇൻട്രസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 10% ആണ്, 10/100 ആണ്. ഇൻറ്റു 6/12 ഇടാനായിട്ടുള്ള കാരണം ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അസംഷൻ അനുസരിച്ച് എങ്ങനെയാണ്? 6 monthsന്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ 6 ടോട്ടൽ 12 months അല്ലെ 6 monthsന്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ 6,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 300. അതായത് ഈ അക്കൗണ്ടന്റ് ചെയ്ത 300 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണെന്നുള്ള ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇഫ് ഇറ്റ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് നിങ്ങൾ എഴുതണം. കറക്റ്റ് എന്നുള്ളത് വ്യക്തമാക്കി ഇവിടെ എഴുതണം. അതിനും മാർക്കുള്ളതാണ് കറക്റ്റ്. എന്നിട്ട് അതിന്റെ ഇവിടെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. Question, Arya and Meera are partners. They do not have any partnership agreement. What should be done in the following cases? ആര്യ മീര എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ്, അവർക്ക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഇല്ല. ഇങ്ങനെയുള്ള കേസസിൽ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആര്യ വാണ്ട്സ് ടു ഇൻട്രൊഡ്യൂസ് ഹെർ സൺ ഹരി ഇൻ ടു ദ ബിസിനസ്. മീര ഒബ്ജക്ട് ടു ഇറ്റ്. ആര്യയുടെ മകൻ ഹരിയെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
മീര അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. മീര wants that the profit should be distributed in the ratio of capital, but Arya wants that it should be distributed equally. Give reason for your answer. മീര പറയുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ്, എന്നാൽ ആര്യ പറയുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈക്വൽ ആയിട്ടാണ്, തുല്യമായിട്ടാണ്. ഇതിനുള്ള റീസൺസ്, കാരണങ്ങൾ വ്യക്തമാക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ആര്യ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ഹെർ സൺ ഹരി ഇൻ ടു ദ ബിസിനസ്. ആര്യയുടെ മകനായ ഹരിയെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മീര അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. മീര ഈസ് റൈറ്റ് ആസ് പാർട്ട്ണർഷിപ്പ് ആക്ട്. A person can admitted as a partner only with the consent of all other partners. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പില് എല്ലാ പാർട്ട്നേഴ്സിനും റൈറ്റ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം അവകാശങ്ങളുണ്ട്. ഏത് തീരുമാനം എടുക്കുകയായാലും അവിടെ പാർട്ട്നേഴ്സിന്റെ സമ്മതം, കൺസെന്റ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ ആര്യ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആര്യയുടെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ സമ്മതപ്രകാരമായിരിക്കണം? മീരയുടെ സമ്മതപ്രകാരമായിരിക്കണം. കാരണം മീരയും കൂടി അവിടുത്തെ പാർട്ട്ണറാണ്. മീര അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആര്യയ്ക്ക് ഒരിക്കലും ആര്യയുടെ മകനെ പാർട്ട്ണർഷിപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ പറയുന്നത് മാത്രം തന്നെയാണ്, മീര ഈസ് എ റൈറ്റ് ആസ് പാർട്ട്ണർഷിപ്പ് ആക്ട്. മീരയ്ക്ക് ഒരു അവകാശമുണ്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം. എ പേഴ്സൺ കാൻ അഡ്മിറ്റഡ് ആസ് പാർട്ട്ണർ. ഒരു പേഴ്സൺ അഡ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓൺലി വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. മറ്റുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ കൺസെന്റ്, സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ആര്യയ്ക്ക് ഒരു ഡിസിഷൻ അവിടെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് കേസ് എന്തായിരുന്നു? മീര പറയുന്നു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എമൗണ്ടിന്റെ റേഷ്യോയിലാണ്. ആര്യ പറയുന്നു ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. ആസ് ഡീഡ് ഈസ് സൈലൻസ്. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ, അല്ലെങ്കിൽ ഡീഡ് ഇല്ലെങ്കിൽ, ഡീഡ് സൈലന്റ് ആണെങ്കിൽ, അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പ്രോഫിറ്റ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ബൈ ഓൾ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ വി ക്യാൻ സപ്പോർട്ട് ആര്യാസ് ആർഗ്യുമെന്റ്. ഇവിടെ നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യാം? ആര്യ പറഞ്ഞിരുന്നു ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന്. അപ്പൊ ആര്യയുടെ ആർഗ്യുമെന്റിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് 2013 ഹയർ സെക്കൻഡറിയിൽ ചോദിച്ച 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Question number 4. Sumi and Mini are partners sharing profit in the ratio of 3:2. Their capital stood at 50,000 and 30,000 respectively. Sumi and Mini രണ്ട് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. അവരുടെ ക്യാപിറ്റൽ 50,000 and 30,000 ആണ്. ആസ് പെർ ദ ഡീഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പേയബിൾ അറ്റ് 6% per annum. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് 6% ആണ്. Mini is entitled to an annual salary of rupees 2,500. മിനിക്ക് സാലറി കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. സാലറി എത്രയാണ് കിട്ടുന്നത്? 2,500 ആണ്. Firm reported profit of rupees 12,500 before charging interest on capital, but after charging Mini salary. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും മുമ്പുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് സാധാരണ തരാറുള്ളത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവര് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്, അത് ഓക്കെ ആണ്. ബട്ട് ആഫ്റ്റർ ചാർജിങ് മിനി സാലറി, മിനിയുടെ സാലറിക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് 12,500 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ്, അതായത് മിനിയുടെ സാലറി പിടിച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ശരിക്കും ആക്ച്വലി പ്രോഫിറ്റ്, മിനിയുടെ സാലറി എത്രയാണ്? 2,500 ആണ്. നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് 12,500 ആണ്. അപ്പോൾ ടോട്ടൽ ശരിക്കും ആക്ച്വൽ പ്രോഫിറ്റ് ശരിക്കും വരേണ്ടത് എത്രയാണ്? ഈ 12,500ന്റെ ഒപ്പം 2,500 കൂട്ടിക്കഴിഞ്ഞാൽ 15,000 ആണ് ശരിക്കും വരേണ്ട പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ ശരിക്കും എഴുതേണ്ട പ്രോഫിറ്റ് ആയിരുന്നത്. എന്നാൽ ഇവിടെ മിനിയുടെ സാലറി അവര് എന്ത് ചെയ്തിട്ടുണ്ട്? അതില് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് നമുക്ക് എത്രയാണ്? മാനേജേഴ്സിന്റെ കമ്മീഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 5% ആണ്. മാനേജേഴ്സിന്റെ കമ്മീഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റുമേയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ എന്താണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കണം.
അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നമുക്ക് വരയ്ക്കാം. ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പാർട്ട്നേഴ്സിന്റെ ഫേമിനെ സംബന്ധിച്ച് അതെന്താണ്, ഡെബിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്താണ്, എക്സ്പെൻസസ് ആണ്. ഓക്കെ, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഐറ്റംസ് ആണ് ഇതെല്ലാം. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ആദ്യം സുമിയുടെ നോക്കാം. സുമി എത്രയാണ് കൊണ്ടുവരുന്നത്, 50,000 ആണ്. 50,000ന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ക്യാപിറ്റലിന്റെ 6% ആണ്. 50,000 into 6/100 എത്രയാ, 3,000 ആണ് വരുന്നത്. 50,000 into 6/100 3,000. ഓക്കെ, ദെൻ മിനി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 30,000 ആണ്. 30,000 into 6/100 1,800. അപ്പോൾ ടോട്ടൽ വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 4,800. ദെൻ സാലറി നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. മിനിയുടെ സാലറി മാത്രമാണുള്ളത് 2,500. മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, മാനേജേഴ്സ് കമ്മീഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ പറഞ്ഞു 12,500 ആണ് ആഫ്റ്റർ ചാർജിങ് മിനീസ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 12,500 പ്ലസ് 2,500. അപ്പൊ 15,000 ആണ് ശരിക്കും ആക്ച്വൽ പ്രോഫിറ്റ് വരുന്നത്. ആ 15,000ന്റെ മാനേജേഴ്സ് കമ്മീഷൻ എത്രയാണ്, 5% ആണ്. 15,000 into 5/100 എത്രയാണ് വരുന്നത്, 750. 15,000 into 5/100 750 ആണ് നമുക്ക് വരുന്നത് എന്ത് വരുന്നത്, മാനേജേഴ്സിന്റെ കമ്മീഷൻ. ദെൻ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എത്രയാണ്, 15,000 ആണ്. പ്രോഫിറ്റ് ആയിട്ട് എഴുതുന്നത് 15,000 ആണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം, വരയ്ക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ എത്രയാണ് വരിക, 15,000 ആണ് ഇവിടെ എഴുതുക. 15,000 നമ്മൾ എഴുതുന്നു. 15,000 എന്ന് പറഞ്ഞത് 12,500 പ്ലസ് 2,500 ആണ് 15,000 വന്നിട്ടുള്ളത്. അങ്ങനെ 15,000 നമ്മൾ ഇവിടെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇവിടെ വരുന്നത് 15,000 ബാക്കി 4,800 2,500 750 നമ്മൾ ആഡ് ചെയ്യുന്നു. അത് ആഡ് ചെയ്തത് 15,000 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 6,950. 6,950. ഇത് ഏത് റേഷ്യോയിലാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുക, 3:2 എന്ന് പറയുന്ന റേഷ്യോയില്. അതായത് 6,950 into 3/5, then 6,950 into 2/5. ഓക്കെ, അപ്പോൾ 6,950 into 3/5 6,950 into 2/5. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് സുമിക്കും മിനിക്കും നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ വിഹിതം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. രണ്ട് പാർട്ട്നേഴ്സ് ആണ് സുമിയും മിനിയും. പർട്ടിക്കുലേഴ്സ് സുമി മിനി, പർട്ടിക്കുലർ സുമി മിനി. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതുക, ക്രെഡിറ്റ് സൈഡിലാണ് എഴുതാറ്. 50,000 30,000. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണുള്ളത്. പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം എന്താണ്, ഇൻകം ആണ്. അപ്പോൾ 3,000 നമുക്കറിയാം. 50,000 into 6/100 then 30,000 into 6/100 1,800 ആണുള്ളത്. അപ്പോൾ 3,000ഉം 1,800ഉം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കണ്ടെത്തിയതാണ്. ദെൻ സാലറി ആർക്കാണ്, മിനിക്കാണ് സാലറി വന്നിട്ടുള്ളത് 2,500. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് 4,170 2,780. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആകെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതാനായിട്ടുള്ളത്. ദെൻ ഇനി ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 57,170 37,080. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുന്നു. 57,170 37,080. ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ടോട്ടല് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 2 മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിന്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് ബുക്കിലേക്ക് നോട്ട് ചെയ്യുക, നന്നായി പഠിക്കുക. അങ്ങനെ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.